മത്തിയാണ് ഏറ്റവും സുഖമുള്ള മീൻ കേട്ടോ വെട്ടാനായിട്ട്. അപ്പോൾ ഞാനിത് വെട്ടണം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മളിവിടെ വയ്ക്കുക, ഒരു പോളിഗാർഡിൻ്റെ ഒരു പിച്ചാത്തി ഞാൻ എടുത്തേക്കുന്നത്. ഇതിങ്ങനെ വയ്ക്കുക. അതിന് ശേഷം ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ നന്നായിട്ട് ഇതെങ്ങനെ ചെയ്ത് കൊടുക്കുക. സെയിം തിങ്സ് എന്നാ. ഇനി നമുക്ക് ഈ മത്തി തിരിച്ചു പിടിക്കാം. ഇവിടം തൊട്ട് ഇങ്ങനെ നമ്മൾ ഇതും കൂടി ഒന്ന് വെള്ളത്തിൽ മുക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഈ ചെറിയ വാല് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇവിടെ ഒരു വാലുണ്ടാവും, ഒരു ചെറിയ ഒരു തരുമ്പ് പോലെ ഇരിക്കുന്ന ഒരു വാലുണ്ട് കേട്ടോ, കണ്ടോ, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണം. ആദ്യം അത് തന്നെ വെട്ടുക. അത് ഇച്ചിരി കിട്ടാൻ പാടാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് വേണം വെട്ടാനായിട്ട്. അത് രണ്ടെണ്ണം ഇച്ചിരി വെട്ടുക. അതിനുശേഷം ഇവിടെയായിട്ട് കുറച്ച് വാലുണ്ട്, അത് നമുക്ക് വെട്ടി കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു വാലുണ്ടാവും, അത് ഞാൻ വെട്ടിയിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ വെട്ടിക്കളഞ്ഞായിരുന്നു. അതിനുശേഷം നമ്മുടെ വാല് കണ്ടോ, ഈ വാലിൻ്റെ ഭാഗം നമ്മൾ നന്നായിട്ട് മുറിച്ച് കൊടുക്കുക. ഏറ്റവും ഈസി ആയിട്ട് വെട്ടാൻ പറ്റുന്ന മീനാണ് കേട്ടോ മത്തി. വെട്ടാൻ അറിയാൻ പാടാത്ത കുട്ടികൾക്ക് വേണ്ട ഒരു വീഡിയോ ആണ്. കണ്ടോ, ഇവിടെയുള്ള നമ്മൾ ആ മീനെല്ലാം കളഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇവിടെ ഈ ഭാഗത്തെ ഇത് കട്ട് ചെയ്ത് കളയുക, ഈ ഭാഗത്തെയും കട്ട് ചെയ്ത് കളയുക. പിന്നെ നമുക്കുള്ളത് ഇതാണ് തല. 3 രീതിയിൽ തല വെട്ടാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ വെട്ടണം എന്നുള്ളത് കാണിച്ചു കേട്ടോ. കണ്ടോ, അത് വെട്ടുമ്പോൾ ഇതിൻ്റെ കുടലൊക്കെ വരും കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പരൽ അല്ലെങ്കിൽ മുട്ടയൊക്കെ ഉണ്ടാവും കേട്ടോ, മുട്ടയൊക്കെ കാണും. അപ്പോൾ ഇപ്പം ഇന്നത്തെ വെട്ടിൽ മുട്ടയില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇതുള്ളത്. ഇതിനുള്ളിൽ അഴുക്കുള്ളത് കണ്ടോ, അഴുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കണ്ടോ കളയുന്നത്, അല്ലെങ്കിൽ നമ്മൾ തേക്കുമ്പോഴേക്ക് ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇടാം, വേറൊരു ചട്ടിയിലേക്ക്. നമ്മൾ വേറെ ഒരു ചട്ടി എടുക്കുക, അതിനകത്തേക്ക് ഈ ഒരു മീൻ കണ്ടോ, ഈ ഒരു മീൻ വേറൊരു ചട്ടിയിലേക്ക് ഇടാം. അതിനുശേഷം മാറ്റി വെക്കുക, വീണ്ടും ഇതെടുക്കുക. വേറൊരു ടൈപ്പ് എന്താ പറയുക, വേറെ രീതിയിലുള്ളൊരു മീൻ വെട്ട് കാണിച്ചാൽ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു കേട്ടോ. ഇങ്ങനെ തന്നെ ചെത്തിയതിന് ശേഷം വെട്ടുന്നതല്ല ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ, വെട്ടുന്ന രീതിയിലൊക്കെ ഒന്നും മാറ്റിയില്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, എന്താണ് ഈ ഒരു ആദ്യം തന്നെ ഇതിൻ്റെ നമുക്ക് ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോകുന്നത്, വാല്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മളുടെ ഇവിടുത്തെ ഒരു ഇതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ വെട്ടാൻ പോകുന്നത് തലയാണ്. തല വെട്ടുന്ന 3 രീതിയിലുണ്ട്. ചില ആൾക്കാർ വെട്ടുന്ന രീതി ഞാൻ കാണിച്ചു കേട്ടോ. ഇവിടെ മാത്രം കട്ട് ചെയ്ത് കളയും. നമ്മുടെ ഹോട്ടലുകാരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു വശം കണ്ടോ, അയ്യോ കൈ തീട്ടിപ്പോയി. ഈ ഒരു വശം കണ്ടോ, ഈ ഒരു വശത്തു നിന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയും കേട്ടോ. നിങ്ങൾ നല്ല മൂർച്ചയുള്ള വെച്ചാത്തി എടുക്കണം കേട്ടോ, ഇതിന് മൂർച്ചയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. കാണാമോ നിനക്ക്, കാണാമോ നിങ്ങൾക്ക്? ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയും. ഇതൊരു ഇച്ചിരി കുറച്ച് ഇങ്ങോട്ട് കട്ട് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയൊന്നും പോകത്തില്ല. ചില ഹോട്ടൽസുകളിലൊക്കെ ഇങ്ങനെയാണ് വെട്ടുന്നത്, ഈ ഒരു രീതിയിൽ. കണ്ടോ, ഈ മുട്ട ഇവിടെ വയ്ക്കും, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് കണ്ടോ, നമ്മൾ കഴുകി വൃത്തിയാക്കും, എന്നിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുക. ഇവിടെയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ വെട്ടാൻ കിട്ടും. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയല്ല എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ തല അങ്ങ് മുറിച്ച് കളയാണേ. ഞങ്ങളിനി ഇവിടുന്ന് ക്ലീൻ ചെയ്ത് മുട്ട പുറത്തേക്ക് എടുക്കട്ടോ. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് നമുക്ക് അഴുക്കെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വേറൊരു രീതിയിൽ കൂടി ഞാൻ വെട്ടുന്ന കാണിച്ചു തരാം. പിന്നെ നമുക്ക് വെട്ടാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം മോഡലൊക്കെ തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ആ ചെതുമ്പൽ മൊത്തം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ചെതുമ്പൽ കളയും. നന്നായിട്ട് ചെതുമ്പൽ കളഞ്ഞതിന് ശേഷം ഈ സൈഡിൽ നമ്മൾ നന്നായിട്ട് ചെതുമ്പൽ കളയണം. അപ്പോൾ ഇവർ ഇവിടെ പോയേക്കണേന്ന് അവിടെ നിന്ന് വന്നത് കണ്ടല്ലോ, ചെതുമ്പൽ കളയാൻ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുക, ഈ ഭാഗം കട്ട് ചെയ്ത് കളയുക.
ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇതൊന്നും കളയില്ല കേട്ടോ, ഈ ഒരു ഭാഗം മാത്രം കളയുള്ളൂ. കളയും. എന്നിട്ട് ഈ ഒരു ചുണ്ടില്ലേ, ചുണ്ടിൻ്റെ ഭാഗം ഒരിച്ചിരി ഇങ്ങനെയാണ് കേട്ടോ ഹോട്ടൽസിലൊക്കെ കളയണത്. എന്നിട്ട് നമ്മൾ ഇത് ചെയ്യത്തില്ലേ, കുറച്ച് ഇങ്ങ് പോറി കൊടുക്കും. എന്നിട്ട് ഇതിൽ കൂടി തന്നെ നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങനെ എടുത്തിട്ട് കഴുകിയതിന് ശേഷം ഹോട്ടൽസിലൊക്കെ അങ്ങനെ ചെയ്യും കേട്ടോ. ഇവിടെ കണ്ടോ ഈ കുടൽ നമ്മളിങ്ങനെ വലിച്ചെടുക്കും കേട്ടോ, കണ്ടോ. അപ്പോൾ ഈ ചാളയ്ക്ക് ഒത്തിരി ഡാമേജ് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാം. അതൊക്കെ വലിക്കുക. ഇതിൻ്റെ ഉള്ളിൽ കുറേ അഴുക്കുകളുണ്ട് കേട്ടോ. ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ ഒത്തിരി ഇങ്ങോട്ട് കീറാത്ത രീതിയിൽ ഇവിടെ മാത്രം ഇങ്ങനെ ഒരു ഇച്ചിരി കുറച്ച് നമ്മൾ എത്തിക്കളയാം. കുടൽ പുറത്ത് വരാൻ പറ്റുന്ന ഭാഗത്തിന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് കണ്ടോ ഇത് ഈ ഒരു കുടൽ അങ്ങ് എടുത്ത് കളയും കേട്ടോ. കണ്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം നമ്മൾ ഇങ്ങനെ കളയും കേട്ടോ. ഇനി ഇത് ഉള്ളിൽ നമ്മൾ ഒരയ്ക്കുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മൾ ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുമ്പോഴേക്കും ഈ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മീൻ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. ഇങ്ങനെയാണ് ഹോട്ടൽസിലൊക്കെ എടുക്കുന്നത്. ഈ ഒരു ഭാഗം ചെത്താതെയും ഹോട്ടൽസിൽ എടുക്കാറുണ്ട് കേട്ടോ. ഹോട്ടൽസിൽ അങ്ങനെയാണ് എടുക്കുന്നത്. ഇവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം എടുക്കാറുണ്ട്. ചില സ്ഥലത്ത് അങ്ങനെയല്ല എടുക്കുന്നത്, കണ്ണ് മാത്രം നിർത്തിയിട്ട് ഇതെല്ലാം മൊത്തം കളയുന്ന രീതിയിൽ, അയില നമ്മൾ കറി വയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അയില വറുക്കുന്ന രീതിയിൽ എടുക്കാറുണ്ട്. ഇതാണ് ഇത്രയും ഉപ്പ് ഇങ്ങനെ നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരട്ടിയെടുക്കാം കേട്ടോ. നമുക്കൊന്ന് അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതെടുക്കുക, ഇങ്ങനെ ചെയ്യണം കേട്ടോ. കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഗായ്സ്.